സാമീപ്യമുള്ളവരാണ്. ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇമാം ജസൂലി തന്റെ ദലായിൽ ഉദ്ധരിക്കുന്നു. ആ ഹദീസ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെയാണത് തങ്ങളുമായുള്ള ബന്ധം? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഒരു മുഹബ്ബ് സ്വലാത്ത് ചൊല്ലിയാൽ ഞാനത് കേൾക്കുന്നതാണ്. എന്റെ മുഹിബ്ബല്ലാത്തവൻ സ്വലാത്ത് ചൊല്ലിയാൽ ബുല്ലിഗ്തു, അത് മലക്ക് മുഖേന എന്റെ അരികിലെത്തുന്നതാണ്. ഈ നാടിന് പകരയിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നവർ രണ്ട് വിഭാഗമാണ്. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഹൃദയത്തിൽ രൂഢമൂലമായ ആളുകൾ, അങ്ങനത്തെ ആളുകൾ ചൊല്ലിയാൽ മലക്കുകളില്ലാതെ നേരിട്ട് റസൂലുള്ള കേൾക്കുന്നതാണ്. എന്തുകൊണ്ട്? ഇമാം ഷർനൂബി വിശദീകരിക്കുന്നു, ലിഅന്ന ബൈനഹു വബൈനഹും ഖുർബൻ മഅനവിയ്യാ, നബി തങ്ങളുടെയും അവരും തമ്മിൽ അടുത്തിരിക്കുന്നു, ആന്തരികമായി അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എത്ര ദൂരത്തുനിന്ന് സ്വലാത്ത് ചൊല്ലിയാലും മഹബ്ബത്തിന്റെ ഹൃദയത്തിൽ നിർഗളിക്കുന്ന സ്വലാത്താണോ അത് മദീനയിൽ നേരിട്ട് എത്തുന്നതാണ്. എന്നാൽ മഹബ്ബത്ത് കുറഞ്ഞവന്റെ സ്വലാത്ത് അതും ഫൗളാവുകയില്ല, അതതാ മദീനയിലേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഏവർക്കും സന്തോഷിക്കാം. സ്വലാത്ത് ചൊല്ലിയവർക്കും ബുറുദ ചൊല്ലിയവർക്കും മൗലിദ് ചൊല്ലിയവർക്കും മൗലിദ് ആഘോഷം നടത്തിയവർക്കും അതിന് തോരണം തൂക്കിയവർക്കും അതിന് ബോർഡുകൾ വെച്ചവർക്കും അതിന് ഗേറ്റ് വെച്ചവർക്കും അതിനു വേണ്ടി ഉറക്കൊഴിച്ചവർക്കും അതിന് അന്നദാനം നടത്തിയവർക്കും ആത്മാർത്ഥത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷിക്കാം. നബിതങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അത് നബിതങ്ങൾ അറിയാതെ ഇരിക്കുകയില്ല. നബിതങ്ങൾ അറിഞ്ഞാൽ ഒരു മലക്കിനും അത് പരിശോധിക്കാൻ അവകാശമില്ല. ആത്മീയമായി തളർന്നവൻ, അതുപോലെ തന്നെ ലോകമാന്യമുള്ളവനാണ് മൗലിദ് നടത്തിയത്, ലോകമാന്യമുള്ളവനാണ് സ്വലാത്ത് ചൊല്ലിയത്. അതൊന്നും തന്നെ പരിശോധിക്കുന്നത് മലക്കുകളാണ്. ലോകമാന്യമുള്ളവന്റെ ലോകമാന്യം കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്. അതുപോലെ തന്നെ ഡമ്പുള്ളവന്റെ ഡമ്പ് കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്. അതുപോലെ തന്നെ ഉജുബുള്ളവന്റെ ഉജുബ് കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്. മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുന്നു, എല്ലാ തെറ്റിനും മുക്തമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ലോകത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ കുറവാണ്. എന്നാൽ സ്വലാത്തും നബിയോട് ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളും അത് മലക്കുകൾക്ക് പരിശോധിക്കാൻ അവകാശമില്ല. മലക്കുകൾ പരിശോധിക്കുമ്പോഴല്ലേ മോശം? നമ്മളെ മോൻ ചെയ്ത ഒരു സാധനം, നമ്മളെ സ്വന്തം മകൻ, ഓന്റെ കയ്യിൽ ഒരു അബദ്ധം വന്നാൽ നാം അത് മൂടി വെക്കില്ലേ സഹോദരന്മാരെ? എന്ന പോലെ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് നമ്മുടെ അമലെത്തിയാൽ, സ്വലാത്ത് ആദ്യമായി മലക്കുകളല്ല കൊണ്ടുപോണത്, മലക്കുകൾ പരിശോധിക്കാൻ അവകാശമില്ല. റസൂലുള്ളാഹിന്റെ അരികിലാണ് എത്തുന്നത്. നബി തങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ ഉമ്മത്തിന്റെ അമൽ തള്ളിക്കളയുകയോ? ഇല്ല. റസൂലുള്ളാഹി അവിടുത്തെ ഉമ്മത്തിന്റെ അമൽ മുഴുവനും സ്വീകരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും സ്വലാത്തായാലും എന്തായാലും തള്ളപ്പെടുന്ന പ്രശ്നമില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഏറ്റലാണ് ഇക്കാലത്ത് ഏറ്റവും വലിയ മാർഗം സഹോദരന്മാരെ. ശുബ്ഹത്ത് നിറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം, ചുറ്റുപാടുകൾ മുഴുവനും മലിനമായ കാലഘട്ടം. എങ്ങനെ രക്ഷപ്പെടും ഈ ആഖിർ സമാനിൽ? ഏക മറുപടി അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത്. ആ മഹബ്ബത്ത് ഇങ്ങനെ ഉണ്ടാക്കൽ, സ്വലാത്ത് അധികരിപ്പിക്കുക, നല്ല റസൂലുള്ളാഹിനുള്ള ബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്യുക. എത്ര ആളുകളാ റസൂലുള്ളാഹിനെ ഇക്കാലത്ത് കാണുന്നത്? മദീനയിലൊക്കെ പോയിട്ട് ഈ പ്രാവശ്യം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും റസൂലുള്ളാഹിനെ മദീനയിൽ കണ്ടു. എത്ര ആളുകൾ!